സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ലോ പെർഫോമിംഗ് ഫോണിനെ ഒരു ഹൈ എൻഡ് ഡിവൈസ് പോലെ ആ ലെവൽ ഗെയിം പ്ലേയിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതായത് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. എന്നിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. സോ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഫോണിലെ കച്ചറ ആപ്സും കാര്യങ്ങളൊക്കെ മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്തതാണ്. ഇത് ഫയൽ ആപ്പിൽ ജങ്ക് ഫയൽസ് ഒക്കെ റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ വാട്സപ്പിൽ അൺവാണ്ടഡ് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ചെയ്യുക, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഒക്കെ റിമൂവ് ചെയ്യുക, പിന്നെ കുറെ നാളായിട്ട് യൂസ് ചെയ്യാത്ത ആപ്സ് ഒക്കെ അങ്ങോട്ട് അൺഇൻസ്റ്റാൾ ചെയ്തേക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 20% സ്റ്റോറേജ് കിട്ടും. ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ട, ലോ എൻഡ് ഡിവൈസിൽ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് ആപ്സ് ആണ് മെയിൻ റീസൺ ലാഗ് ആവാൻ. അപ്പോൾ നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് ആപ്സ് എടുത്ത് റണ്ണിങ് ആപ്സ് പിടിച്ചിട്ട് ഓൾ സ്റ്റോപ്പ് അൺവാണ്ടഡ് ആപ്സ് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓട്ടോ സ്റ്റാർട്ട് ആപ്സ് ഓഫ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫേസ്ബുക്ക് ലൈറ്റ്, ഇൻസ്റ്റാഗ്രാം ലൈറ്റ് പോലുള്ള ആപ്സ് മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ അതുപോലെ റാം ഫ്രീ ആയി സ്പീഡ് കൂടുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് പറയാൻ പോണാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. ഇതാണ് പെർഫോമൻസ് ബൂസ്റ്റിലെ കില്ലർ സ്റ്റെപ്പായിട്ടാണ് ഇത് പലരും പറയുന്നത്. ഇതിനായിട്ട് നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻസിൽ പോയിട്ട് നിങ്ങൾ ആനിമേഷൻസ് ആണ്, വിൻഡോ ആനിമേഷൻ, സ്കെയിൽ, ട്രാൻസിഷൻ ആനിമേഷൻ, ആനിമേഷൻ ഡ്യൂറേഷൻ ഒക്കെ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടേക്കുക. ഇത് ഓഫ് ചെയ്താൽ നിങ്ങളുടെ ഫോൺ 2 മടങ്ങ് സ്പീഡായ പോലെ നമുക്ക് തോന്നും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ചെയ്തു നോക്കുക. ലോ എൻഡ് ഡിവൈസ് പെർഫോമൻസ് കുറയ്ക്കാൻ മെയിൻ കാരണമാണ് ഓവർ ഹീറ്റിംഗ്. സോ ഇതിനായിട്ട് നമ്മൾ ബാറ്ററി സേവർ ഓൺ ചെയ്യുക, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ബാറ്ററി ഓൺ ചെയ്യുക, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബാറ്ററി യൂസേജ് ഓഫ് ചെയ്തിട്ടേക്കുക, അതല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യുക. പിന്നെ ഹൈ പെർഫോമൻസ് മോഡ് അവൈലബിൾ ആണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്തിട്ടേക്കുക. CPU ത്രോട്ടിലിംഗ് കുറയുന്നതോടെ സ്പീഡ് സ്റ്റേബിൾ ആയിരിക്കും. ഇനി ഗെയിമിങ്ങിനായിട്ട് നിങ്ങൾ ഗെയിം ബൂസ്റ്റർ ഓൺ ചെയ്തിട്ടേക്കുക, അതുപോലെ തന്നെ ലോ ഗ്രാഫിക്സ് ഇട്ട് കളിക്കാൻ നോക്കുക. സ്മൂത്ത് ആവണമെങ്കിൽ നിങ്ങൾ ലോ ഗ്രാഫിക്സ് ഇട്ടിട്ട് കാര്യമുള്ളൂ. അതിന് 90 FPS മോഡ്സ് അവൈലബിൾ ആയിരിക്കും. ലോ എൻഡ് ഫോണൊക്കെ ആണെങ്കിൽ ഒടുക്കത്ത ഹീറ്റായി പെർഫോമൻസ് എന്തായാലും കുറയും. പിന്നെ ലോങ് ടൈം ഗെയിമിംഗ് ഒഴിവാക്കുക. നിങ്ങൾ അടുപ്പിച്ച് 2-3 മണിക്കൂർ നിന്നിട്ട് കളിക്കാതിരിക്കുക. ഫോൺ ഒന്ന് കൂളാവാനായിട്ട് വെച്ചിട്ട് കളിക്കാൻ നോക്കുക. അങ്ങനെ നിങ്ങൾ 3 മണിക്കൂർ ഇട്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ ചൂടായി പെർഫോമൻസ് കുറയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി കുറച്ച് പ്രോ ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. സിമ്പിൾ ട്രിക്സ് ആണ്, ബട്ട് വെരി പവർഫുൾ ആണ്. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് ബാക്കി വരുന്നത് ക്ലിയർ ചെയ്ത് കളയുക. അതിപ്പോൾ ഡെയിലി ആയാലും വീക്കിലി ആയാലും ക്ലിയർ ചെയ്ത് കളയുക. പിന്നെ ക്രോമിന്റെ ലൈറ്റ് മോഡും അതുപോലെ തന്നെ ഡിസേബിൾ ബാക്ക്ഗ്രൗണ്ടിൽ സിങ്കൊക്കെ ഡിസേബിൾ ചെയ്തിട്ടേക്കുക. പിന്നെ ബ്രൈറ്റ്നസ് കുറച്ചിട്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ട് ഇടുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇന്റേണൽ സ്റ്റോറേജ് ഒരു 60% മുകളിൽ പോവാതെ നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. 60% മുകളിൽ പോയ പെർഫോമൻസിൽ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് ലോ എൻഡ് ഫോണിനെ ഹൈ എൻഡ് പോലെ വർക്ക് ചെയ്യിക്കാനുള്ള ബെസ്റ്റ് മെത്തേഡ്. നിങ്ങൾ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നതെന്ന് കമന്റ് ഇട്ടേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.